ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതായാലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുക്കുവാണ് കേട്ടോ. അപ്പം സമയം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ചായ കുടിയുടെയും കുറച്ച് പരിപാടിയുടെ ജോലിയുടെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം രാവിലെ കുഞ്ഞാറ്റയ്ക്ക് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഉറക്കമുണ്ട്. അപ്പോൾ അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെതുക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടി വി ഓൺ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ ടി വി ഓഫാണെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ അവൾ പെട്ടെന്ന് ഉണരും. അതുകൊണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു ടിപ്സാണ് കേട്ടോ. ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അവളെ ഉറക്കിയാൽ ആ സൗണ്ടിൽ അവൾ അങ്ങ് ഉറങ്ങും. വേറെ സൗണ്ടൊന്നും കേട്ടാൽ അവൾ അങ്ങനെ ഉണരത്തില്ല. അങ്ങനെ ഞാൻ അടുക്കളയിലൊക്കെ പോയി കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഞാൻ വിചാരിച്ച് ഇച്ചിരി ചോറെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചോറെടുക്കുമ്പോൾ നല്ല കാറ്റ്. ആ കാറ്റ് കൊണ്ട് കതക് അങ്ങ് തുറന്നിട്ട കതക് അങ്ങ് അടഞ്ഞ്. അപ്പോൾ ആ സൗണ്ടിൽ ആൾ എഴുന്നേൽക്കുകയും ചെയ്തു കേട്ടോ. കതക് നന്നായിട്ട് വീശി അടഞ്ഞുകൊണ്ട് ആ സൗണ്ടിലാണ് ഉണർന്ന് കേട്ടോ. ഞാൻ വലിയത്തിന് ചോറെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നേ. നല്ല മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. തലേന്നത്തെ മത്തിക്കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. കണ്ടോ, ഞാൻ ആ കതക് അടഞ്ഞ ആൾ ഉണർന്നതാണ് കേട്ടോ. ഉണർന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ. അവൾക്കറിയാം തിണ്ണയ്ക്ക് ഹാളിൽ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കാണുമെന്ന്. അതിന് അടുക്കളയിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് കതക് തുറന്നിട്ട് കേട്ടോ. അവളെ എടുത്ത് ഞാൻ അങ്ങനെ കതക് തുറന്നിട്ടിട്ട് ഞാൻ അവൾക്കും ചോറ് വാരി കൊടുത്തു കേട്ടോ. അവളും ചെറുതായിട്ട് എരിവൊക്കെ തിന്നും. എരിവും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഞാൻ തിണ്ണയ്ക്ക് വന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കതക് തുറന്നിട്ടിട്ട് അവൾക്ക് ചോറ് വാരി കൊടുക്കുവാണ് കേട്ടോ. ഞാനും കഴിക്കുന്നുണ്ട്, അവൾക്കും വാരി കൊടുക്കുന്നുണ്ട്. ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുളിപ്പിച്ചില്ല. അപ്പം ചൂടുവെള്ളത്തിലാണ് അവളെ കുളിപ്പിക്കുന്നത് കേട്ടോ. അവൾക്ക് നല്ല പനിയായിരുന്നു, കുറവായി വരുന്നതേ ഉള്ളൂ. നല്ല മൂക്കൊലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുളിക്കാൻ ഞങ്ങൾ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം തിളച്ച് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് സുന്ദരിമണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ദേഹത്ത് ഞാൻ തേക്കുന്നത് ഹിമാലയയുടെ ലോഷനും ഫേസ് ക്രീമുമാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ക്രീം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അവിടെ മറ്റേ ഹിമാലയയുടെ വേറൊരു ക്രീമുണ്ടല്ലോ, ഡൈപ്പർ റാഷസ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് കാലിയാണ് അവിടെ കയ്യിലിരിക്കുന്നത്. അത് എന്ത് കിട്ടിയാലും അവൾ വായിലോട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇന്നതൊന്നുമില്ല, എന്ത് കിട്ടിയാലും അവൾ വായിലോട്ട് ഇടും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കണം. വായിൽ എന്തെങ്കിലും അറിയാതെ മുത്തൊക്കെ അവൾ വായിലിടും. ഞാൻ എപ്പോഴും അപ്പം എൻ്റെ ശ്രദ്ധ അവളിലായിരിക്കും. വായിലിട്ട് ഇവൾ പിഴിഞ്ഞത്തില്ല, ഇവൾ ഞൊണഞ്ഞിരിക്കും കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ പലതും ഞാനവിടെ വായിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പ്രായത്തിലൊക്കെ നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് 1 വയസ്സായി കേട്ടോ. ഇപ്പോൾ ആൾ ചെറുതേ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നടക്കാൻ തുടങ്ങിയ പിന്നെ ആൾ അങ്ങനെ വലുതായിട്ട് എഴയാറില്ല. മാക്സിമം നടക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പ്ലാവ് ഉണ്ടല്ലോ, ഒക്കെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. ഒരു കമ്പ് അവിടെ ഞാത്തി പ്ലാവയിലോട്ട് ചാഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പ്ലാവയിൽ ഏറ്റവും മണ്ടയ്ക്ക് ചക്ക നിൽപ്പുണ്ടായിരുന്നു, 2-3 ചക്ക. അതിൽ അവിടുത്തെ അമ്മ പറിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം തന്നു. എനിക്കല്ല, എൻ്റെ ഹസ്ബൻഡ് അനിയന് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവന് 3 ആഴ്ചയായി വന്നിട്ട്. അപ്പോൾ അവന് ഇതുവരെയും ചക്ക കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അവർ ചക്ക വേവിക്കാൻ ഇടുമ്പോൾ തരണേന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്മ അവർ ഇട്ടപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ. ഞാൻ അന്നേരം തന്നെ ഫോൺ ചെയ്ത് കേട്ടോ, ചക്ക പറിച്ച് വാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്ന് 2 പേരെയും കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, എങ്കിൽ ഏട്ടത്തിയും നമുക്ക് ചക്ക വേവിച്ച് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഞങ്ങളങ്ങനെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞാറ്റയെ ഞാൻ അവിടെ നിർത്തി. അപ്പോൾ അവരിന്ന് കളിക്കുകയാണ്. അത് വെല്ലിച്ചനാണ് കേട്ടോ. ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ് കേട്ടോ. അടുക്കളയിലോട്ട് പോയപ്പോൾ മൂത്തമ്മ ഏതാണ്ടൊക്കെ ജോലി തിരക്കിലായിരുന്നു. നോക്കിയപ്പോൾ ചട്ടിക്കകത്ത് കിടക്കുന്നടാ മത്തി, നല്ല അടിപൊളി പച്ച മത്തി കേട്ടോ.
അടുപ്പത്ത് അരിയും കിടപ്പുണ്ട്. ചക്ക നമ്മളിവിടെ ഇവിടെ അടുക്കളയുടെ ബാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഞാൻ വെട്ടിയാൽ ശരിയാവത്തില്ല, നീ വെട്ടിത്തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഏട്ടത്തി ഞാൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞ് അവനെനിക്ക് വെട്ടി തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവനായിരുന്നു ഇതിനകത്ത് കൂടുതലും ചക്ക പൊളിക്കാനും ഇളക്കി കൊടുക്കാനും എല്ലാം നിന്നത് അവനാട്ടോ. അവന് ഇഷ്ടം ഈ ചക്ക പിറക്കൽ ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ ചക്കയെ വേവിക്കുന്നതും അവന് ഇഷ്ടം. അവന് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ ചക്ക വേവിക്കാനും. അവൻ നാട്ടിൽ വന്നിട്ട് ഇതുവരെയും ചക്ക കഴിച്ചില്ലായിരുന്നു, വേവിച്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആൾ വലിയ ഉത്സാഹത്തിന് എല്ലാം വെട്ടിത്തരുന്നുണ്ട്. അപ്പം ലാസ്റ്റിൽ മുത്തമ്മ ഇവനും കൂടെ, ഞാനും കുറച്ച് പറക്കിയൊക്കെ പൊളിച്ച് പറക്കി ഇട്ട് കൊടുക്കാൻ ഞാൻ സഹായിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റ ഇച്ചിരി സീനായിരുന്നു. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് അങ്ങ് തിണ്ണയ്ക്ക് പോയി ചേട്ടനും എന്നെത്തി ഇരുന്ന് കളിക്കുന്നുണ്ട്. തൊട്ട് ഞാൻ പിന്നെ വേണ്ട ഇടയ്ക്ക് ആൾ വന്നു കേട്ടോ അടുക്കളയിൽ എന്നെ കാണാനിട്ട്. അങ്ങനെ ലാസ്റ്റ് മൂത്തമ്മയും അനിയനും കൂടെ പിറക്കി അരിയാനുള്ളത് മൂത്തമ്മയ്ക്ക് പിറക്കി ഇട്ട് കൊടുത്തു കേട്ടോ. കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞാറ്റ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടി. കണ്ട ആൾ ഭയങ്കര ഇതെന്തോ സംഭവം എന്നറിയാതെ ആൾ നോക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ആൾക്ക് ചക്കച്ചുള വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടുപേരെയും കൊണ്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന് ഇരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഭയങ്കര കളിയാണ് കേട്ടോ. ഒരു ബോളൊക്കെ എടുത്ത് വെച്ച് ഞാൻ കുഞ്ഞാറ്റയുടെ കൊടുത്തിട്ടുണ്ട്. കാശിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും കുഞ്ഞാറ്റ എടുക്കാൻ നേരത്തെ ഉടനെ അത് വേണം. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും അങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും. അന്നേരം അവർക്ക് വേണ്ടാത്ത സാധനം വേറൊരാൾ എടുക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് വേണം. അതുപോലെയാണ് കാശിയുടെ സ്വഭാവം. കുഞ്ഞാറ്റ എന്തെങ്കിലും എടുക്കുമ്പോൾ അവന് വേണം. അങ്ങനെ ഫുട്ബോളൊക്കെ എടുത്തുകൊണ്ട് ആൾ നടക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആൾ ഇപ്പം എഴയാറില്ല, നടക്കാറാണ് ഇപ്പോൾ പതിവ്. നടക്കാൻ തുടങ്ങിയോണ്ട് ആൾ മാക്സിമം നടക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് നടത്തിയൊക്കെ കാണാൻ. ഇപ്പം വീഴെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്. കാശി അവിടെ കൊടുക്കാതെ ബോൾ എടുത്ത് അങ്ങ് എറിയുവാണ് കേട്ടോ. ഒരു തോക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെടിവെക്കുക കുഞ്ഞാറ്റെ. അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ അവർ അരിഞ്ഞ് വെന്ത് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചക്ക നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ചക്കയുടെ നല്ല അടിപൊളി ടേസ്റ്റാണ്, കാണുമ്പോഴേ അറിയാമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ചക്ക വേവിച്ച് കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നല്ല വിശന്നിരുന്നുകൊണ്ട് ചക്ക വേവിച്ചല്ല ചോറും വെന്തപ്പോൾ അമ്മ ടേബിളിൽ കൊണ്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് എടുത്ത് വെച്ചുകൊണ്ട് ഇതിൽ വിശപ്പിൽ പെട്ടെന്ന് അങ്ങ് കഴിക്കാനായിട്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മ അപ്പോഴത്തേക്ക് മീൻകറി മത്തിയായിരുന്നു കേട്ടോ. മീൻകറി വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. ചട്ടിയൊക്കെ വെച്ച് പിന്നെ ഞാൻ ഹാളിലേക്ക് വന്ന് കുഞ്ഞാറ്റെ നോക്കാനായിട്ട് ഹാളിലേക്ക് വന്ന് അങ്ങനെ നമ്മൾ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് ഞാൻ TV ഒക്കെ വെച്ച് കാശിക്ക് കാർട്ടൂൺ വെക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കാർട്ടൂണൊക്കെ വെച്ച് ഇരുന്ന് കാണുവാണ്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കിടന്ന് ഉറങ്ങി കേട്ടോ. രണ്ടുപേരെയും കുഞ്ഞാറ്റെ ഉറക്കി ചേട്ടനെ ഉറക്കി അവർ രണ്ടുപേരും സുഖമായിട്ട് ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ തനിച്ചായിപ്പോയി. ചേട്ടൻ എറണാകുളത്താണ് ഊബർ ഓടിക്കുന്നത് കേട്ടോ. ആഴ്ചയിലൊക്കെ വരത്തുള്ളൂ കണ്ടോ. രണ്ടുപേരും സുഖമായിട്ട് ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.